പുനലൂർ ഷങ്കേഴ്സ് കണ്ണാശുപത്രി, ജനമൈത്രി പോലീസ്, പുനലൂർ സർക്കിൾ ആശാ വർക്കേഴ്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടന്നു. ചെമ്മന്തൂർ കെ കൃഷ്ണപിള്ള സാംസ്കാരിക നിലയത്തിൽ നടന്ന ക്യാമ്പ് 39ാമത് ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഭാഗമായി എക്സിബിഷനും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. പുനലൂർ ഡിവൈഎസ്പി ബിജു വി നായർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ാമത് ദേശീയ നേത്രദാന പക്ഷാചരണവുമായി ബന്ധപ്പെട്ട് പുനലൂർ ജനമൈത്രി പോലീസും പുനലൂർ ഷങ്കേഴ്സ് ഹോസ്പിറ്റൽ കണ്ണാശുപത്രിയും പുനലൂർ സർക്കിൾ ആശാ വർക്കേഴ്സിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നേത്ര രോഗ നിർണയ ക്യാമ്പും അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നേത്രദാനത്തിൻ്റെയും മറ്റും മഹത്വത്തെക്കുറിച്ച് നമ്മൾ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ നമ്മൾ LP സ്കൂളുകളിൽ നിന്ന് തന്നെ പഠിച്ച ഒരു മുദ്രാവാക്യം നേത്രദാനം മഹാദാനം. അതിനെക്കുറിച്ച് വിശദമായി ഡോക്ടർ അഷ്റഫ് സംസാരിക്കും, ഡോക്ടർ ബിനു അഷ്റഫ് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ ജനമൈത്രി ഈ പദ്ധതിയെക്കുറിച്ചും ഒരു 2 വാക്ക് പറഞ്ഞ് ഞാനിത് ഉദ്ഘാടനം ചെയ്ത് അവസാനിപ്പിക്കാം. 2011-12 കാലഘട്ടത്തിൽ നമ്മുടെ പോലീസിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ജനമൈത്രി. അത് ആദ്യ കാലഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ പോലീസ് സ്റ്റേഷനുകൾ മാത്രം ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന വിവിധ ആവശ്യങ്ങളുമായി വരുന്ന പൊതുജനങ്ങൾക്ക് പോലീസുമായി കൂടുതൽ അടുത്തിടപഴകി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി പോവുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തന ഭാഗമായി ഇതുപോലെ നമ്മുടെ സമൂഹത്തിലെ വിവിധ സംഘടനകളുമായും വിവിധ മേഖലയിൽപ്പെട്ട ആൾക്കാരുമായി സഹകരിച്ച് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണിപ്പോൾ ഇന്ന് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ഷങ്കേഴ്സ് കണ്ണാശുപത്രിയും ആയി സഹകരിച്ച് ഇങ്ങനൊരു പരിപാടി ഇവിടെ നടത്തുന്നത്. CIT രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ബിനു അഷ്റഫ് നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരണം നൽകി. കണ്ണുകളിലേക്ക് വെളിച്ചമെത്തുവാൻ വേറെ ഒരാളുടെ കണ്ണുകൾ മാത്രമേ രക്ഷയുള്ളൂ. ഈ നൂറ്റാണ്ടിലും 2024 നമുക്ക് കോർണിയ അഥവാ ഇത്രയും സങ്കീർണമായ ഒരു കണ്ണിൻ്റെ പകരം വയ്ക്കാനായിട്ട് നമുക്ക് വേറെ ഒരു അവയവവും ഇല്ല എന്നുള്ള സത്യം എല്ലാവർക്കും മനസ്സിലാകുന്നു. ഷങ്കേഴ്സ് HR മാനേജർ പ്രിൻസിയെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുൻ നഗരസഭാ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം, ഷങ്കേഴ്സ് കണ്ണാശുപത്രി MD ഡോക്ടർ B ശങ്കർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷേർലി ശങ്കർ. ഇപ്പോൾ ഒരാഴ്ച നേത്രദാന പക്ഷാചരണം ആചരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ജനമൈത്രി പോലീസും പുനലൂർ സർക്കിൾ ആശാ വർക്കേഴ്സും പുനലൂർ ഷങ്കേഴ്സ് കണ്ണാശുപത്രിയും ചേർന്ന് നേത്രദാനത്തെ പറ്റിയുള്ള ബോധവൽക്കരണം, അതിനെ സംബന്ധിച്ച് ക്ലാസ്, എക്സിബിഷൻ, ഡ്രാമ, അതോടൊപ്പം തന്നെ ഒരു നേത്ര പരിശോധനാ ക്യാമ്പും ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുകയാണ്. ഇവിടെ ഡോക്ടർ ബിനു പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം തന്നെയാണല്ലോ കണ്ണില്ലാത്ത അവസ്ഥയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ തമസോമ ജ്യോതിർഗമയ, നമ്മൾ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, അപ്പം കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് കാഴ്ച നൽകുക, ഇരുട്ടിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുക. ഈ നേത്രദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഈ കോർണിയയുടെ രോഗാവസ്ഥ മൂലം ഉണ്ടാകുന്ന അന്ധത വേറൊരാളിൻ്റെ കോർണിയ വെച്ചുകൊണ്ട് നമുക്ക് അത് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി സാധാരണക്കാർക്ക് അതിനെപ്പറ്റി ഒരു വിവരം എല്ലാവർക്കും ഇല്ല. നേത്രം കണ്ണ് മാറ്റിവെക്കുമെന്ന് പറയുമ്പോൾ കണ്ണ് മൊത്തമായിട്ട് മാറ്റിവെക്കുകയാണെന്നോ കണ്ണ് ചൂഴ്ന്നെടുക്കുകയാണെന്നോ അതുപോലെ അത് പിന്നീട് അതിനെപ്പറ്റി തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നല്ലൊരു നല്ലൊരു ക്ലാസ് ഇനിയിപ്പോൾ ഉണ്ട്. നമുക്ക് ആർക്കൊക്കെ ഇത് നേത്രദാനം നടത്താം, ആർക്കൊക്കെ നേത്രദാനം നടത്താൻ പറ്റില്ല, മരിച്ചു കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞ് ഇത് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇതിന് നമുക്കൊരു സമ്മതപത്രമൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർക്ക് സമൂഹത്തിൽ ഒരുപാട് പേര് ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ തന്നെ സമ്മതപത്രം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരണാനന്തരം നമ്മുടെ ബന്ധുക്കൾ അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. പലപ്പോഴും നമ്മൾ സമ്മതപത്രമൊക്കെ ഞങ്ങളൊക്കെ തന്നെ ഡോക്ടേഴ്സ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മെമ്പേഴ്സൊക്കെ എല്ലാവരും നേത്രദാനത്തിനുള്ള സമ്മതപത്രം വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കൊടുത്തവരാണ്. പക്ഷേ ഈ മരണം കഴിഞ്ഞ് ഇത്ര മണിക്കൂർ 8 hours കഴിഞ്ഞാൽ അത് സാധിക്കത്തില്ല. അതിന് ചില പ്രത്യേക അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വേണം. ഡോക്ടർ KT തോമസ്, ജനമൈത്രി CRO സിദ്ദീഖ്, സുന്ദരേഷൻ PL, ഐക്യര ബാബു, നൌഷറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.